എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ്റെ 3rd ഡേ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങോട്ട് ഞാൻ ഓക്കെ ആയിട്ടില്ലെങ്കിലും പനിയൊക്കെ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ത്രോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഈവനിങ് കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കുറേ സ്നാക്സ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു പോക്കറ്റ് ഷവർമ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി വീണ്ടും ഒരു കട്ലറ്റും കൂടി എടുത്തിട്ട് വന്ന് പിന്നെ കോഫി. അത് പിന്നെ മസ്റ്റാണല്ലോ. പിന്നെ ഞാനിങ്ങനെ എന്തുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ എൻ്റെ ഹൈറ്റിനെ പറ്റി പറഞ്ഞു. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വല്ലാത്ത എക്സ്പ്രഷൻ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അടിമുടി നോക്കിയത്. എൻ്റെ ഹൈറ്റ് ഇല്ലാതെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ജനറ്റിക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മാനവീയ വീതിയിലോട്ട് പോയി കേട്ടോ കോഫി കുടിച്ച് കഴിഞ്ഞിട്ട്. അവിടെ പോയി ചുമ്മാ ഇവൻ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ സമയം പോയി. ഇവൻ്റെ കുറേ ഫോട്ടോ കാണുമ്പോൾ കുറേ എടുത്ത് എൻ്റെ ഗാലറി ഫുള്ള് ഇവൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്നുകൊണ്ടിരുന്നു. വേറെ പണിയൊന്നുമില്ല അവിടെ പോയിട്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ശംഖുമുഖത്തോട്ട് പോകാൻ തീരുമാനിച്ച് നേരെ ശംഖുമുഖത്തോട്ട് പോയി. ശംഖുമുഖത്ത് പോയി കുറച്ച് നേരം തിരയെണ്ണി നിന്നപ്പോഴത്തേക്ക് ഇറാനി എൻ്റെ കണ്ണിൽ പെട്ട്. ഇറാനി കണ്ടാൽ പിന്നെ മന്തി കഴിക്കണമല്ലോ. അങ്ങനെ മന്തി കഴിക്കണമെന്ന മോഹവുമായിട്ട് ഞാൻ എത്തിപ്പെട്ടത് ഇറാനിയിലായിരുന്നു. പിന്നെ യവന്മാരത് എൻ്റെ ബാക്കിൽ നിന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയി നേരെ സീറ്റൊക്കെ കിട്ടി അവിടെ പോയി ഇരുന്ന്. അപ്പോൾ അവനാണെങ്കിൽ എന്തൊക്കെയോ മെനു കാർഡിൽ നോക്കണുണ്ട്. എന്താണ് അവൻ നോക്കിയത് എനിക്ക് അറിയണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് മേടിക്കാൻ പോകണം നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ കഥയാണ് അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ കൈ ഏതോ ചുമരി തട്ടിയിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വായും തുറന്ന് നിൽക്കണത് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരുത്ത ഇരുന്ന് പഠിക്കണ് PDF ഒക്കെ നോക്കി. അവന് നാളെ എക്സാം ആണെന്ന്. അപ്പോഴത്തേക്കും മന്തി വന്നുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തന്നെ എടുത്ത് സെർവ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. പക്ഷെ കഴിച്ച് കുറച്ചിങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞതാണ് കഴിക്കണത്. പക്ഷെ കുറച്ച് കഴിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം അങ്ങോട്ട് ഇറങ്ങണമുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ അവരുടെ അടുത്ത് പറയുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. സോ എനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.